എല്ലാവർക്കും ഒന്നുകൂടെ നമസ്കാരം. ഭഗവാനോട് അർജുനൻ പറയായിരുന്നു, ഭഗവാനെ, അങ്ങ് പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് പറയുന്നതിനൊക്കെ ഞാൻ പിന്തുടരുന്നു. എല്ലാം ശരിയാണ്. എനിക്കെല്ലാം മനസ്സിലാവുന്നു. അങ്ങ് ഇത്രയും നേരം ഉപദേശിച്ചു തന്ന തത്വം കേട്ടിട്ട് എൻ്റെ മോഹം ഒക്കെ മാറിയിരിക്കുന്നു. എനിക്കൊരാഗ്രഹമുണ്ട്. ഭഗവാന്റെ ആ രൂപം എനിക്കൊന്ന് കാണണം എന്നാണ് അർജുനൻ പറയുന്നത്. ഏവമേതത് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. ഈ ഈശ്വരീയമായിട്ടുള്ള രൂപം എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അങ്ങ് തന്നെ ഇത്രയും നേരം വർണ്ണിച്ചുവല്ലോ. ഏതൊക്കെ രീതിയിലാണോ അങ്ങ് അതിനെ വർണ്ണിച്ചിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ആ രൂപം എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. എന്നിട്ട് പറയാണ്, മന്യസേ യതി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. ഭഗവാനെ, ഈ രൂപം കാണാൻ വേണ്ടിയിട്ട് ഈ ഉള്ളവൻ യോഗ്യനാണെന്ന് അങ്ങയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം, ഹേ യോഗേശ്വരനായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ അവ്യയമായിട്ടുള്ള ആ ആത്മസ്വരൂപത്തെ എനിക്കൊന്ന് കാട്ടിത്തന്നാലും എന്നാണ് അർജുനൻ പറയുന്നത്. കൃഷ്ണൻ ഉടൻ തന്നെ മറുപടി കൊടുക്കുകയാണ്. ശ്രീ ഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോഥ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. കാണിക്കാൻ പോകുന്ന രൂപത്തിൻ്റെ ഒരു ഏകദേശ രൂപം എന്താണെന്ന് അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഹേ അർജുന, പല പല തരത്തിലുള്ള, പല പല വർണ്ണങ്ങളിലുള്ള, അതുപോലെ തന്നെ പല ആകൃതികളിലുള്ള എൻ്റെ നൂറുകണക്കിനും ആയിരക്കണക്കിനുമായിട്ടുള്ള ദിവ്യരൂപങ്ങൾ, എൻ്റെ വിഭൂതികൾ നീ കണ്ടുകൊള്ളൂ എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു. എന്തൊക്കെയാണ് അതിൽ കാണാനുണ്ടാവുക എന്നുള്ള സൂചന കൊടുക്കുകയാണ്. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരതാം. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ. ആദിത്യന്മാരെ കണ്ടാലും വസുക്കളെ കണ്ടാലും രുദ്രന്മാരെ കണ്ടാലും രണ്ട് അശ്വിനി ദേവകളെ കണ്ടാലും മരുത്തുക്കളെ കണ്ടാലും മുന്നേ കണ്ടിട്ടില്ലാത്ത അദൃഷ്ടപൂർവാണി ബഹൂനി പശ്യ ആശ്ചര്യാണി, പല പല തരത്തിലുള്ള ആശ്ചര്യങ്ങളായിട്ടുള്ള സംഭവങ്ങളും ഹേ ഭാരത നീ കണ്ടാലും. എങ്ങനെ, എവിടെ കണ്ടാലും എന്നാണ് പറയുന്നത്. ഇഹൈകസ്ഥം ജഗത് കൃത്സ്നം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഹേ അർജുന, ചരാചരമായിട്ടുള്ള സർവ ജഗത്തുക്കളും ഇനി മറ്റു വല്ലതും നീ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഈ ശരീരത്തിൽ ഇവിടെ ഇപ്പോൾ നീ കണ്ടുകൊള്ളൂ എന്നാണ് പറയുന്നത്. എല്ലാം കൂടെ എൻ്റെ ഈ ശരീരത്തിൽ നിനക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എൻ്റെ ഈ ഏകത്വത്തിൽ നാനാത്വം നിനക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ്. ഇങ്ങനെയുള്ള നിൻ്റെ ഈ കണ്ണുകൊണ്ട് നിനക്ക് സാധാരണ മാംസളമായിട്ടുള്ള ഈ ശാരീരികമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഈ ശരീരം കൊണ്ട് നിനക്കത് കാണാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ദിവ്യദൃഷ്ടി നൽകുകയാണെന്നാണ് 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. നതുമാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യമേ യോഗമൈശ്വരം. നിനക്ക് ദിവ്യമായിട്ടുള്ള ചക്ഷുസ്, ദിവ്യ ദൃഷ്ടി ഞാൻ നിനക്ക് നൽകാം. അത് വെച്ചിട്ട് നീ ഈ ദിവ്യമായിട്ടുള്ള ഐശ്വര്യമായിട്ടുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഈ രൂപം കണ്ടുകൊള്ളുക എന്നാണ് ഭഗവാൻ 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ കുറേ നാളിന് ശേഷം സഞ്ജയ ഉവാച എന്ന് വരികയാണ്.
ഇത്രയും നേരം സഞ്ജയൻ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ സഞ്ജയൻ പറയുന്നത് ധൃതരാഷ്ട്രരോടൊന്നുകൂടെ പറയുന്നത് വേദവ്യാസരെടുത്ത് പറയാണ്. സഞ്ജയ ഉവാച എന്ന് പറഞ്ഞിട്ടാണ് 9ാമത്തെ ശ്ലോകം നമുക്ക് പഠിക്കാനുള്ളത്. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്ന വാക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം തുടങ്ങുമ്പം തന്നെ പറഞ്ഞു സഞ്ജയ ഉവാച പറഞ്ഞിട്ട് ധൃതരാഷ്ട്രയുടെ ചോദ്യത്തിന് ഉത്തരവായിട്ട് പറഞ്ഞു. ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ സഞ്ജയൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ സ്പെസിഫിക്കലി ഹേ രാജാവേ എന്നെടുത്തിട്ട് പറയാണ്. അപ്പോൾ എന്താണ് സഞ്ജയൻ പറയുന്നത് നമുക്ക് നോക്കാം. രൂപ ചേച്ചി ചൊല്ലാം. സഞ്ജയ ഉവാച സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. പരമം രൂപമൈശ്വരം. പ്രമീള ചേച്ചി. സഞ്ജയ ഉവാച സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ മഹായോഗേശ്വരോ ഹരി ദർശയാമാസ പാർത്ഥായ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. പരമം രൂപമൈശ്വരം. സോന ചേച്ചി. സഞ്ജയ ഉവാച സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. പരമം രൂപമൈശ്വരം. സഞ്ജയനാണ് പറയുന്നത്. സഞ്ജയ ഉവാച സഞ്ജയൻ പറഞ്ഞു. ഏവം ഉക്ത്വാ തതഃ രാജൻ മഹായോഗേശ്വരഃ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപം ഐശ്വരം. ഏവം ഉക്ത്വാ തതഃ ഇങ്ങനെ പറഞ്ഞതിനു ശേഷം, ഏവം ഇങ്ങനെ ഉക്ത്വാ പറഞ്ഞതിന് തതഃ ശേഷം, രാജൻ ഹേ രാജാവേ, മഹായോഗേശ്വരഃ ഹരി മഹായോഗേശ്വരനായിട്ടുള്ള സാക്ഷാൽ ഹരി ശ്രീകൃഷ്ണൻ നാരായണൻ പാർത്ഥായ ദർശയാമാസ പാർത്ഥന് വേണ്ടിയിട്ട് കാട്ടിക്കൊടുത്തു. എന്താണ് കാട്ടിക്കൊടുത്തത്? പരമം ഐശ്വരം രൂപം, പരമവും ഈശ്വരീയമായിട്ടുള്ള ആ രൂപം പാർത്ഥന് ഭഗവാൻ നാരായണൻ ഹരി, മഹായോഗേശ്വരനായിട്ടുള്ള ഹരി കാട്ടിക്കൊടുത്തു. അതാണ് സഞ്ജയൻ പറയുന്നത്. അപ്പം അവിടെ സഞ്ജയൻ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കും. രാജാവേ, യോഗേശ്വരനായിട്ടുള്ള മഹായോഗേശ്വരനായിട്ടുള്ള സാക്ഷാൽ ഹരിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണനാണ് അർജുനന് ഇതൊക്കെ കാട്ടിക്കൊടുക്കുന്നത്. അപ്പോഴും ഒരു ഓപ്ഷൻ ധൃതരാഷ്ട്രക്ക് ഉണ്ടായിരുന്നു. മതി 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 മതി, ഇവിടെ വെച്ച് നിർത്തിക്കോ. കൃഷ്ണൻ എന്ന് പറയുന്നത് ഈ കാണുന്ന കാലിച്ചെറുക്കനൊന്നും അല്ല. ആള് സാക്ഷാൽ യോഗേശ്വരനാണ്, ഹരിയാണ്, നാരായണനാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്തിട്ടൊന്നും കാര്യമില്ല ദുര്യോധന, ഇപ്പം നിർത്തിക്കോ. അവർക്ക് രാജ്യം എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തോളൂ. ഭീഷ്മരൊക്കെ പോയത് പോയി, ഇനി യുദ്ധം നിർത്താം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. കാരണം മക്കൾ മരിച്ചിട്ടില്ല, എപ്പോഴും അവിടെ പെൻഡിങ് ഉണ്ട്. എന്നാലും ധൃതരാഷ്ട്രം നിർത്താൻ പറയണ്ടോ? ഇല്ല.
ധൃതരാഷ്ട്രമൊന്നും കേട്ടിട്ടൊന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ കേട്ടിരിക്കുകയാണ് ആൾ. പാസ്റ്റ് ടെൻസിലാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദർശയാമാസ പാർത്ഥായ, പാർത്ഥന് വേണ്ടി കാട്ടിക്കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതൊക്കെ സഞ്ജയൻ ഇങ്ങനെ കണ്ടിട്ട് ആശ്ചര്യത്തിൽ അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു ഇത്രയും നേരം. അപ്പോഴാണ് എന്താ അവിടെ നടന്നതെന്ന് ചോദിച്ചത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാഹ പാണ്ഡവാഹ ചൈവ കിം അകുറുവത സഞ്ജയ. അവരൊക്കെ എന്താ ചെയ്ത് ഇത്രയും നേരമായിട്ട് എന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് ആരോ വന്നിരുന്ന ഭീഷ്മരും വീണു കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ആൾക്ക് ചോദിക്കാൻ തോന്നിയത്. അപ്പോഴാണ് ഇതൊക്കെ വിവരിച്ചു കൊടുക്കുന്നത്, ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക ധൃതരാഷ്ട്രരുടെ ഒരവസ്ഥ. രാജാവ് അയാൾ തന്നെയാണ്. ഇപ്പോൾ രാജൻ എന്ന് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്യാണ്. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് നടത്തിയതും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തതും ഒക്കെ രാജാവായ ധൃതരാഷ്ട്ര തന്നെയാണ്. വേണമെന്ന് വെച്ചാൽ ധൃതരാഷ്ട്രക്ക് നിർത്താമായിരുന്നു, പക്ഷെ ധൃതരാഷ്ട്ര അത് ചെയ്യുന്നില്ല. ധൃതരാഷ്ട്ര എല്ലാവരോടും തിരിച്ചു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുര്യോധനൻ മാത്രമേ ചിലപ്പോൾ ബാക്കിയുണ്ടാവുള്ളൂ, എല്ലാവരും വരും. അച്ഛൻ എന്ത് പണിയാ കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ആളും തിരിച്ചു വരും കുറച്ച് കഴിയുമ്പോൾ. കാരണം ഇതാരും ഇല്ലാണ്ട് ഒന്നും നടക്കില്ല എന്നറിയാം. ഭീഷ്മരൊക്കെ ധൃതരാഷ്ട്ര പറഞ്ഞുകൊണ്ടാണ് യുദ്ധത്തിന് പോയിരിക്കുന്നത്, ദുര്യോധനൻ പറഞ്ഞു കേട്ടിട്ടല്ല. അപ്പോൾ അവിടെ സഞ്ജയൻ എടുത്ത് 2 പ്രാവശ്യമായിട്ട് പറയാണ്, മഹായോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ ഹരി ആ രൂപം കാട്ടിക്കൊടുത്തു എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യം, സഞ്ജയൻ ഇത് കാണുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. സഞ്ജയനും കാണുന്നുണ്ട് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കാരണം ഇതൊക്കെ അവിടെ എന്ത് നടക്കുന്നു അതൊക്കെ കാണാനുള്ള ദിവ്യദൃഷ്ടി ഓൾറെഡി അഡ്വാൻസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വേദവ്യാസരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ സഞ്ജയനും ഇത് കാണുന്നുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് ഈ രൂപം കണ്ടിട്ട് സഞ്ജയൻ അങ്ങനെ രോമാഞ്ചം കൊള്ളുന്നുണ്ട് എന്നാണ് പറയുന്നത് പിന്നെയും. അതുകൊണ്ട് സഞ്ജയൻ ഉറപ്പായിട്ടും ഈ രൂപം കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അർജുനന് ആ സ്പോട്ടിൽ തന്നെ നിനക്ക് ഞാൻ ദിവ്യദൃഷ്ടി തരാം എന്ന് പറയുമ്പോൾ തന്നെ ദിവ്യദൃഷ്ടി കിട്ടുന്നുണ്ട്. ഇനി പ്രത്യേകമായിട്ട് അവിടെ വേറെ 3D കണ്ണടയൊന്നും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കൃഷ്ണനൊരു വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ, ദിവ്യദൃഷ്ടി നിനക്ക് തരാം എന്ന് പറഞ്ഞിട്ട് കണ്ടോളൂ എന്ന് പറയുമ്പോഴേക്കും കണ്ടു എന്നുള്ള രീതിയിലാണ്. വേറെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ സിസ്റ്റം എന്താണെന്നൊന്നും അവിടെ വിശദീകരിച്ചിട്ടില്ല. ഒറ്റ വാക്കിൽ തന്നെ അർജുൻ അത് കിട്ടി എന്നാണ് സൂചിപ്പിക്കുന്നതെന്നും ആചാര്യന്മാരവിടെ പറയുന്നുണ്ട്. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അതിൽ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ല, ഞാൻ ചൊല്ലി നോക്കാം. കമല ചേച്ചി ചൊല്ലാമോ? സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ ഏവം ഉക്ത്വാ തതഃ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഓക്കെ, അനിത് ചേച്ചിക്കും അമ്മനമ്മക്കും കൂടെ ചൊല്ലാമോ? സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഓക്കെ, ജിതേച്ചയും. സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഓക്കെ, ചിഞ്ചു.
ചിഞ്ചു ചൊല്ലു. सञ्जय उवाच एवमुक्त्वा ततो राजन् महायोगेश्वरो हरिः दर्शयामास पार्थाय परमं रूपमैश्वरम्. നിർമ്മൽ ജി. सञ्जय उवाच एवमुक्त्वा ततो राजन् महायोगेश्वरो हरिः दर्शयामास पार्थाय परमं रूपमैश्वरम्. जीतू जी. सञ्जय उवाच एवमुक्त्वा ततो राजन् महायोगेश्वरो हरिः दर्शयामास पार्थाय परमं रूपमैश्वरम्. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, മറ്റുള്ളവർ ചൊല്ലുമ്പോൾ കൂടെ ഏറ്റു ചൊല്ലുന്നത് സഹായിക്കും. ഇപ്പം ചൊല്ലുമ്പം കിട്ടും, പിന്നെ വായിക്കുമ്പം ബുദ്ധിമുട്ട് വരുന്നത് റെപ്പിറ്റേഷന് കുറവുകൊണ്ടാണ്. അപ്പോൾ ഭഗവാൻ രൂപം കാട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിൻ്റെ ഒരു ഏകദേശ വർണ്ണനയാണ് അടുത്ത 10 മുതൽ 14 വരെയുള്ള ശ്ലോകത്തിൽ വരുന്നത്. അതിൽ അധ്യാത്മാനന്ദ സ്വാമികൾ പറയുന്നത് വിനോബാ ഭാവയുടെ ഗീതാവ്യാഖ്യാനത്തിൽ 10, 11, 12, 13, 14 ഈ ശ്ലോകങ്ങളെ ഒരു പൂജ, ഭഗവാനെ പൂജിക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ അതിൽ കാര്യങ്ങൾ വരുന്ന ഉപചാരങ്ങൾ, അതൊക്കെ ഈ 5 ശ്ലോകത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, അങ്ങനെ സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കും എന്ന് വിനോബാ ഭാവെ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്വാമിജി സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനത് ആ വ്യാഖ്യാനം വായിച്ചിട്ടില്ലെങ്കിലും അത് വായിക്കുമ്പോൾ നമുക്ക് ശ്ലോകം കേൾക്കുമ്പോൾ അതുപോലെ തോന്നും. അത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിരിക്കുന്നത് സർവ ഉപചാരയുക്തമായ പൂജയും ആരതിയും നമസ്കാരവും ഒക്കെ ദ്യോതിപ്പിക്കും പ്രകാരമാണ് ഈ 5 ശ്ലോകങ്ങൾ എന്നാണ് പറയുന്നത്. സ്വാമിജി പറയുന്നത് പൂജിച്ച് ആരതി കാണിച്ച് തൊഴുത് നമസ്കരിച്ച് ആലിംഗനം ചെയ്ത് ഭഗവാനിൽ വിലീനമാകുന്ന പ്രക്രിയ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ഈ ശ്ലോകങ്ങൾ ധ്വനിപ്പിക്കുന്നത്. അപ്പോൾ ശ്ലോകങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഓരോ ശ്ലോകവും വരുന്ന സമയത്ത് ഭഗവാനെ പൂജിക്കുന്ന സങ്കല്പവും ആരതി ഒഴിയുന്നതായിട്ടും അതുപോലെ തന്നെ തൊഴുത് നമസ്കരിച്ച് ഭഗവാനെ ഇങ്ങോട്ട് നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന അത്രയും ആഴത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് ഇതിലൂടെ ഈ ശ്ലോകത്തിലൂടെ ധ്വനിപ്പിക്കുന്നത് എന്ന് സ്വാമിജി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഭഗവാനെ കാണാം എങ്ങനെയാണ് പറയുന്നതെന്നുള്ളത്. അതിൽ പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അധ്യാത്മാനന്ദ സ്വാമിജി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, അതും റെഫർ ചെയ്തിട്ട് നമുക്ക് പോവാം. ഭഗവാനെ കുറേ പേരുകളിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ഈ അധ്യായത്തിൽ കുറേ ഇടത്തായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം പറഞ്ഞിരിക്കുന്നത് കമലപത്രാക്ഷൻ എന്നുള്ള രീതിയിലാണ്. ആ പേരിൻ്റെ അർത്ഥം ആത്മജ്ഞാനത്താൽ പ്രാപിക്കപ്പെടുന്നവൻ എന്നാണ് കമലപത്രാക്ഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഭഗവാനെ അങ്ങനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. പ്രഭു എന്ന് പറയുന്നത് സൃഷ്ടിസ്ഥിതി ലയ പ്രവേശന നിയമന വിലയന ശേഷിയുള്ളവൻ എന്നാണ് പറയുന്നത്. സൃഷ്ടിയും സ്ഥിതിയും ലയവും നോക്കുന്നു, എന്നിട്ട് ഈ സൃഷ്ടിക്കപ്പെട്ടതിലെല്ലാം പ്രവേശിക്കാനും അതിനെ നിയമനമൊക്കെ നടത്താൻ വേണ്ടിയിട്ടും അതിൻ്റെ വിലയനം സാധ്യമാക്കാനൊക്കെ ശേഷിയുള്ള ആൾ എന്നുള്ള അർത്ഥത്തിലാണ് പ്രഭു എന്ന് വിളിച്ചിരിക്കുന്നത് ഭഗവാനെ എന്ന് പറയുന്നു. യോഗേശ്വരൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ബ്രഹ്മ ആത്മ ഐക്യ ജ്ഞാനമാകുന്ന യോഗത്തിൻ്റെ ഈശ്വരനാണ് യോഗേശ്വരൻ എന്ന് പറയുന്നത്. ബ്രഹ്മവും ആത്മാവും തമ്മിലുള്ള ഐക്യം, അതിനെക്കുറിച്ചുള്ള ജ്ഞാനം, അങ്ങനെയുള്ള യോഗത്തിൻ്റെ ഈശ്വരനാണ് യോഗേശ്വരൻ എന്ന് വിളിക്കുന്നത്. പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നു. പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നത് പുരുഷന്മാരിൽ ഉത്തമൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് പറയാം, പക്ഷെ അതിനേക്കാളും നിരപേക്ഷമായ സത്യത്തെ സൂചിപ്പിക്കുന്നു, അബ്സല്യൂട്ട് റിയാലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് പുരുഷോത്തമൻ എന്നുള്ള പേര് എന്നും പറയുന്നുണ്ട്. പുരുഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്. അതായത് നമ്മൾ പ്രകൃതിയും പുരുഷനും എന്നുള്ള സങ്കല്പത്തിലെടുക്കുന്ന
അങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടതെന്ന് പറയുന്നു. പരമേശ്വരൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പരമമായിട്ടുള്ള ഈശ്വരനാണ്, മാസ്റ്റർ ഓഫ് ദ ഹോൾ യൂണിവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേശകാല വസ്തു അതീതമായി വർത്തിക്കുന്ന പ്രഭു എന്നുള്ള അർത്ഥത്തിലാണ് പരമേശ്വരൻ എന്നെടുക്കേണ്ടത്. ഹരിഹി, ഹരി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കേൾക്കുന്നതെന്ന്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട്. അപ്പോൾ ഹരി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ ആത്മസാക്ഷാത്കാരം നടക്കുന്ന വഴിയിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന അവിദ്യയെ ഹരിക്കുന്നവനാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളോടും കൂടി ഹരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അത് ഹരിക്കാൻ വേണ്ടിയിട്ട് സമർത്ഥനായിട്ടുള്ള ആളാണ് ഹരി എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിലെ അജ്ഞാനത്തെ മുഴുവൻ നീക്കാൻ സാമർഥ്യമുള്ള ആളെയാണ് നമ്മൾ ഹരി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹരേ രാമ അല്ലെ ഹരേ കൃഷ്ണ എന്ന് ജപിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എൻ്റെ മനസ്സിലെ അവിദ്യയെ, അജ്ഞാനത്തെ നീക്കുന്നവനേ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഹരി. അതുകൊണ്ട് ഹരിക്കുന്നവനാണ് ഹരി എന്ന് പറയുന്നത്. പിന്നെ മഹാത്മാ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. സർവാത്മകൻ, സങ്കുചിത താല്പര്യങ്ങളിൽ നിന്നൊക്കെ അപ്പുറത്ത് നിൽക്കുന്നവൻ, അതൊന്നും ഇല്ലാത്തവൻ എന്നൊക്കെയാണ് മഹാത്മാ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് സ്വാമിജി ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല നല്ല വാക്കുകളാണെന്ന് തോന്നി. നമ്മൾ പല വാക്കുകളും കേൾക്കുന്നു എന്നല്ലാതെ അതിൻ്റെ അർത്ഥമൊന്നും ചിലപ്പോൾ അന്വേഷിക്കാറില്ല. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഹരി എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ്. അത് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭഗവാന്റെ രൂപം നമുക്ക് കാണാൻ തുടങ്ങാം. 10ാമത്തെ ശ്ലോകം അതിലേക്ക് പോവാം. ലോലിത് ശേഷി ചൊല്ലാമോ? അനേകവക്ത്രനയനം അനേകവക്ത്രനയനം അനേകാദ്ഭുതദർശനം അനേകാദ്ഭുതദർശനം അനേകദിവ്യാഭരണം അനേകദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യാനേകോദ്യതായുധം. ഓക്കെ, സോനശേഷി. അനേകവക്ത്രനയനം अनेकवक्त्रनयनम् അനേകാദ്ഭുതദർശനം अनेकाद्भुतदर्शनम् അനേകദിവ്യാഭരണം अनेकदिव्याभरणम् ദിവ്യാനേകോദ്യതായുധം दिव्यानेकोद्यतायुधम्. ഓക്കെ, രൂപശേഷി. അനേകവക്ത്രനയനം അനേകവക്ത്രനയനം അനേകാദ്ഭുതദർശനം അനേകാദ്ഭുതദർശനം അനേകദിവ്യാഭരണം അനേകദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യാനേകോദ്യതായുധം. ആദ്യം ഭഗവാന്റെ ഒരു രൂപം അങ്ങോട്ട് മൊത്തത്തിൽ പറയാണ്. അനേക വക്ത്രനയനം, അനേകം വക്ത്രങ്ങളുണ്ട്. വക്രമെന്ന് പറയുന്നത് മുഖങ്ങൾ. അതുപോലെ തന്നെ അനേകം നയനങ്ങളുണ്ട്, കണ്ണുകളുണ്ട്. ഒരുപാട് മുഖങ്ങളുണ്ട്, ഒരുപാട് കണ്ണുകളുണ്ട്. അനേക അദ്ഭുത ദർശനം, ഒരുപാട് അദ്ഭുത കാഴ്ചകൾ അതിനകത്തുണ്ട്. ആ രൂപത്തിനകത്ത് ഒരുപാട് അദ്ഭുത കാഴ്ചകൾ അതിൽ കാണാം. നമുക്കറിയുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. അതിൽ കാണുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും മുഖം കാണാൻ പറ്റും, കണ്ണ് കാണാൻ പറ്റും എന്നൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ അത്ഭുതങ്ങൾ സഞ്ജയൻ അവിടെ കാണുന്നുണ്ട്. അത് പറയാണ് ധൃതരാഷ്ട്രോട്. അനേക അദ്ഭുത ദർശനം, അയ്യോ ഒരുപാട് അദ്ഭുതങ്ങളാണ് അതിൽ കാണുന്നത്. അനേക ദിവ്യ ആഭരണം,
അനേകങ്ങളായിട്ടുള്ള ദിവ്യങ്ങളായിട്ടുള്ള ആഭരണങ്ങളൊക്കെ ആ ശരീരത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. ദിവ്യ അനേക ഉദ്യത ആയുധം. ഉദ്യത ആയുധം, ദിവ്യങ്ങളായിട്ടുള്ള അനേകം ആയുധങ്ങളുണ്ട്. എങ്ങനെയുള്ള ആയുധങ്ങളാണ്? ഉദ്യത ആയുധം, ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരുപാട് ആയുധങ്ങളും ആ കൈകളിൽ കാണാം. നമ്മുടെ ഒരു അടുത്ത ശ്ലോകം കൂടെ ചേരുന്ന സമയത്ത് ഒരു വിഗ്രഹ രൂപത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്, അല്ലേ? ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും അത്ഭുതങ്ങൾ നമ്മളെ മനസ്സിൽ വരില്ല. കുറേ മുഖങ്ങൾ, കുഴപ്പമില്ല. കുറേ കണ്ണുകൾ, കുഴപ്പമില്ല. ആയുധങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, അതും വലിയ കുഴപ്പമില്ല. പിന്നെയുള്ള അത്ഭുതങ്ങൾ എന്താണെന്ന് സഞ്ജയനോട് പറഞ്ഞു. ഒരുപാട് അത്ഭുതങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ആദ്യത്തെ ശ്ലോകം. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഭഗവത് രൂപത്തിൽ പറയുന്നത് ആദ്യം തന്നെ ഒരു നേരത്തെ പറഞ്ഞ വിനോബാ ഭാവെ സൂചിപ്പിച്ചു എന്ന് പറയുന്നത് നോക്കൂ. വിഗ്രഹം നമ്മുടെ മുന്നിൽ വയ്ക്കുകയാണ്. എൻ്റെ അടുത്ത ശ്ലോകത്തിൽ മാലയും ഇതൊക്കെ ചാർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഭഗവാന്റെ രൂപം നമ്മുടെ മുന്നിൽ വന്ന് വെച്ചിരിക്കുകയാണ്. അനേക വക്ത്രനയനം അനേക അദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം. ദിവ്യ അനേക ഉദ്യത ആയുധം, ദിവ്യാനേകോദ്യതായുധം. ആഭരണങ്ങളും ആയുധവും ഒക്കെ നമ്മുടെ ദേവതകൾക്കൊക്കെ ഉള്ളതാണ്. ആഭരണം നമ്മളില്ല എന്ന് വിചാരിക്കുന്ന പരമശിവൻ്റെ ആഭരണം എന്ന് പറഞ്ഞാൽ പാമ്പിനെയൊക്കെ എടുത്തിട്ട് ആഭരണമായിട്ട് ഇടുന്നുണ്ട്. നമുക്ക് ഒരു പ്രശ്നമില്ല. ആയുധം മിക്കവാറും എല്ലാ ദേവതകൾക്കും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ വിശദീകരിച്ചിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ അതിൽ മനസ്സിലായത് എല്ലാ ആയുധങ്ങളും എല്ലാ ആഭരണങ്ങളും ഒക്കെ ഭഗവാന്റേതാണ്. അത് നമുക്ക് അതിൻ്റെ അഭിമാനം കൊണ്ടു നടക്കാതിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നു എന്നൊക്കെ അതിനെ വിശദീകരിക്കുന്നുണ്ട്. സർവ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ ആഭരണങ്ങളും, ആഭരണം എന്തു ആവാം, അല്ലേ? നമ്മൾ ഭൂമിദേവീനെ കുറിച്ച് പറയുന്ന സമയത്ത് സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്നൊക്കെ പറയുമ്പോൾ അവിടെ വസ്ത്രമായിട്ട് കാണുന്നത് സമുദ്രങ്ങളെയൊക്കെയാണ്. അപ്പോൾ ആഭരണം എന്ന് പറയുന്ന സമയത്ത് പലതിനകത്തും ഭൂമിദേവീനെ കുറിച്ച് പറയുന്ന സമയത്ത് പുഴകളും ഇതൊക്കെ ദേവിയുടെ ആഭരണങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. കിരീടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും വിശദീകരിക്കാൻ നമുക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ ആഭരണം എന്ന് പറയുമ്പോൾ സ്വർണം മാത്രം ഇങ്ങോട്ട് മനസ്സിൽ കൊണ്ടുവരണ്ട. സർവ്വ ആഭരണങ്ങളും ഭഗവാന്റേതാണ് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ആഭരണങ്ങൾ, സ്വർണ്ണമാവട്ടെ, മുത്താവട്ടെ, പവിഴമാവട്ടെ, വജ്രമാവട്ടെ, എന്താണെങ്കിലും ഇതൊക്കെ ഭഗവാന്റേതാണ്. നമ്മുടെ കയ്യിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു, നമ്മളിലൂടെ അതൊക്കെ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് കാണണം എന്നൊക്കെ പറയുന്നു. ഭഗവാന്റെ പ്രതിനിധിയായിട്ട് അതൊക്കെ ചാർത്തി നമുക്ക് നടക്കാം. നമ്മളതൊക്കെ ഉപയോഗിക്കുന്നു. എന്നിട്ട് അതിൻ്റെ മേലെ അഭിമാനമൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് സ്യമന്തകരത്നത്തിൻ്റെ കഥയൊക്കെ അധ്യാത്മാനന്ദ സ്വാമിജികൾ പറയുന്നുണ്ട്. അതിലേക്ക് തൽക്കാലം ഇപ്പോൾ പോകണില്ല. ഇതിലൊക്കെയുള്ള അഭിമാനം നമ്മളൊന്ന് കുറക്കുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ശ്ലോകത്തിൽ, അതിൻ്റെ വിശദീകരണത്തിൽ ആചാര്യന്മാർ പോകുന്നത്. അതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഒന്ന് ചൊല്ലി നോക്കാം. കമല ചേച്ചി ചൊല്ലാമോ? അനേക വക്ത്രനയനം അനേകവക്ത്രനയനം അനേകാദ്ഭുതദർശനം അനേകാദ്ഭുതദർശനം അനേക ദിവ്യാഭരണം അനേകദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം. ദിവ്യാനേകോദ്യതായുധം. ഓക്കെ. ചന്ദ്രികളെ ഒന്ന ശ്ലോകം ചൊല്ലാമോ? തോന്നുന്നു. ചിഞ്ചു ഒന്ന് ശ്ലോകം. ശരി ശരി. അനേകവക്ത്രനയനം അനേകാത്ഭുതദർശനം
अनेकदिव्याभरणं दिव्यानेकोद्यतायुधम् ഓക്കെ, ചിഞ്ചു. अनेकवक्त्रनयनम् अनेकाद्भुतदर्शनम् अनेकदिव्याभरणं दिव्यानेकोद्यतायुधम् പ്രമീളച്ചി. अनेकवक्तानयनम् अनेकाद्भुतदर्शनम् अनेकदिव्याभरणम् दिव्यानेकोद्यतायुधम् ഓക്കെ, ജിതച്ചി. अनेकवक्त्रनयनम् अनेकाद्भुतदर्शनम् अनेकदिव्याभरणं दिव्यानेकोद्यतायुधम् ഓക്കെ, അപ്പോൾ ഭഗവാന്റെ വിശ്വരൂപം കണ്ടു തുടങ്ങി 10ാമത്തെ ശ്ലോകത്തിൽ. 11ാമത്തെ ശ്ലോകത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിക്കൂ. അത് ഈ വിശ്വരൂപ ദർശനം നമ്മളിപ്പോ എല്ലാ ഭഗവാന്മാരെ നോക്കുമ്പോഴായാലും ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എല്ലാവർക്കും ഇങ്ങനെ ഒരു വിശ്വരൂപ ദർശനം പറയാം. എല്ലാവരും കയ്യിലോരോ കയ്യില്, കഴുത്തില് അങ്ങനെ ആഭരണങ്ങളായിട്ട് കാണുന്നത്. അപ്പൊ നമ്മള് ഈ വിഗ്രഹാരാധന എന്ന് പറഞ്ഞ് നമ്മൾ പൂജിക്കുമ്പോൾ നമ്മൾ ശരിക്കും വിശ്വരൂപ ദർശനത്തിലല്ല, എല്ലാം രൂപത്തിലല്ല കാര്യം, എല്ലാം ഈശ്വരനില് എല്ലാം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു ധാരണയിലായിരിക്കണം നമ്മൾ വിഗ്രഹാരാധന ഉദ്ദേശിക്കുന്നത്. ആ അതെ, അതിലിപ്പോൾ മൂർത്തി എന്ന് പറയുന്ന സമയത്ത് മൂർത്തമായിട്ട് നിൽക്കുന്നതിൽ നിന്നാണ് അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മൂർത്തി ആരാധന എന്നാണല്ലോ പറയാം. അപ്പോൾ ഓരോ ദേവതാ രൂപങ്ങളെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഭാവത്തിനെ ഒരു മൂർത്തിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ സരസ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ രൂപത്തിൽ, ആ മൂർത്തിയിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് എണ്ണം സൂചിപ്പിക്കുന്ന ജപമാല കയ്യിൽ വെച്ചിട്ടുണ്ട്, പുസ്തകം കയ്യിൽ വെച്ചിട്ടുണ്ട്, സംഗീതത്തെ സൂചിപ്പിക്കുന്ന വീണ കയ്യിൽ വെച്ചിട്ടുണ്ട്, ശുഭ്ര വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അതിൻ്റെ അറിവിൻ്റെ ശുദ്ധിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് താമരയിലാണ് ഇരുന്നിട്ടുള്ളത്. അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ടുള്ള താമരയിലാണ് ദേവി ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാവത്തിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ മൂർത്തി അതിലേക്ക് എല്ലാം ഒന്ന് തന്നെയാണ്, അത് വേറെ വേറെ ഒന്നും അല്ല. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് എളുപ്പത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അറിവിനെ പൂജിക്കുന്ന സമയത്ത് നോളജിൻ്റെ ദേവത എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേവിയെ അവിടെ വെച്ചിരിക്കുന്നു. അതുപോലെ ധനത്തിൻ്റെ ദേവത എടുത്തു നോക്കൂ. ഒരു വലിയ കുടവും കയ്യിൽ വെച്ചിട്ടുണ്ടാവും, അതിൽ നിന്ന് ഇങ്ങനെ നാണയത്തൊട്ടുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു ഭാവത്തിലാണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് സങ്കല്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ സ്വീകരിക്കുകയാണ്. ദേവീൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്ന സമയത്ത്, ലക്ഷ്മി ദേവീൻ്റെ മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് ആ നാണയത്തൊട്ടുകളും അതൊക്കെ നമ്മുടെ കയ്യിലേക്കാണ് വീഴുന്നത് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി പറ്റണം. അതിന് യാതൊരു മടിയും വേണ്ട. നമ്മൾ ഇതൊന്നും നമുക്ക് അവകാശപ്പെട്ടതല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കും. ഇതെന്തിനാണ് ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞ് പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട്. പൈസ എന്ന് പറഞ്ഞാൽ മോശമായി പോകുന്നൊക്കെ. അപ്പോൾ അവിടെ മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത് അതാണ്, നമ്മുടെ കയ്യിലേക്ക് ഇതാ വരുന്നു എന്ന് പറയും. അതുപോലെ ഓരോ ദേവത എടുത്തു, ഗണപതിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ മൂർത്തി എന്ന് പറയുന്നത് സർവ്വ വിഘ്നങ്ങളെയും തട്ടി മാറ്റി മുന്നോട്ടേക്ക് പോകാൻ കെൽപ്പുള്ള ഒരാനയുടെ തലയും ഒക്കെ വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഓരോ മൂർത്തികളെയും നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വിശ്വരൂപം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു തുടക്കം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് മനസ്സിൽ കാണാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ളൊരു മൂർത്തി ഭാവത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് സർവ്വ പ്രപഞ്ചവും അതിലുണ്ട്. അത് വർണ്ണിച്ചാലും വിവരിച്ചാലും തീരാത്തത്ര ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതൊരു മൂർത്തിയായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ രൂപം. നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതിനെ മൂർത്തിയായിട്ട് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. 10ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ ഒരുപാട് തലകളുണ്ട്, ഒരുപാട് കണ്ണുകളുണ്ട്, ആയുധങ്ങളൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചു.
നമുക്ക് ചെറുതായിട്ടൊന്ന് സങ്കല്പിക്കാം. നമ്മുടെ ഉള്ളിലേക്ക് കുറച്ച് കുറച്ചായിട്ട് കടത്തി വിടുകയാണ് വേദവ്യാസർ. ഇത് പറഞ്ഞങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും 12ാമത്തെ ശ്ലോകത്തുമ്പോഴത്തേക്കും ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപദുത്ഥിത യതി സദൃശീ സാ സ്യാദ് ഭാസസ്തസ്യ മഹാത്മനഃ. ആകാശത്തിൽ 1000 സൂര്യന്മാർ ഒരുമിച്ചുദിച്ചുയർന്നാൽ എങ്ങനെയാണോ ഉണ്ടാവുക അത്രയും പ്രഭയുണ്ട് എന്നാണ് പറയുന്നത്. തുല്യമായേക്കാം എന്നാണ് പറയുന്നത്. 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉയർന്നു വന്നാൽ എങ്ങനെ ഉണ്ടാവുക? ആ പ്രഭയുടെ അത്രയൊക്കെ ചിലപ്പോൾ എത്തിയേക്കാം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ നോക്കൂ, അത് നമുക്ക് മൂർത്തിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇനിയുണ്ട് വിശദീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതാണ് പറഞ്ഞത്, ഈ 14ാമത്തെ ശ്ലോകം വരെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു രൂപം സങ്കല്പിച്ച് അതിന് മാലയൊക്കെ ചാർത്തി കൊടുത്ത് പൂജിച്ച് വിളക്കൊക്കെ വെച്ച് ആരതി ഒഴിഞ്ഞ് നമ്മളതിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ഭാവത്തിൽ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം അർജുനൻ അങ്ങ് വിവരിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അർജുനൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ നമുക്കതിലേക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത 11ാമത്തെ ശ്ലോകം എന്ന് ചൊല്ലിയിട്ട് നമുക്ക് നിർത്താം. കമല ചേച്ചി. ദിവ്യമാല്യാംബരധരം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. അനന്തം വിശ്വതോമുഖം. ഓക്കെ, സോന ചേച്ചി. ദിവ്യമാല്യാംബരധരം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. അനന്തം വിശ്വതോമുഖം. ഓക്കെ, ദിവ്യമാല്യാംബരധരം ദിവ്യങ്ങളായിട്ടുള്ള ഓംനാജി, ഓ ദിവ്യമാല്യം എന്നാണോ മാലാംബരധരമാണോ? അനേകം മാലകൾ എന്നാണോ ഇതിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം? ചിന്മയാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനത്തിൽ മാല്യം എന്നാണുള്ളത്. അതെ, ശങ്കരഭാഷ്യത്തിലും മാലകളും ആ ഇതിൽ കാണിച്ചിരിക്കുന്ന ദിവ്യ മാല എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? ആ അത് തന്നെ, രണ്ടും ഒന്ന് തന്നെയാണ്. ആ ശ്ലോകത്തിൽ എങ്ങനെ എഴുതിയിട്ടുള്ളത്? മാലാംബരധരം. ദിവ്യമാല, മാലാംബരധരം. ആ എൻ്റെ കയ്യിലുള്ളതിൽ രണ്ടിലും മാല്യാംബരധരം, ശങ്കരഭാഷ്യത്തിലും അതുപോലെ തന്നെ ചിന്മയാനന്ദ സ്വാമിയിലും മാല്യാംബരധരം തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്, മാലകൾ തന്നെയാണ് മാല്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെറ്റൊന്നുമില്ല. ദിവ്യങ്ങളായിട്ടുള്ള മാല്യങ്ങളും അതുപോലെ തന്നെ ദിവ്യങ്ങളായിട്ടുള്ള വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചിട്ടുണ്ട്. അംബര വസ്ത്രം ധരം, ദിവ്യ മാല്യ അംബരധരം അതൊക്കെ ധരിച്ചിട്ടുണ്ട്. ദിവ്യഗന്ധാനുലേപനം ദിവ്യങ്ങളായിട്ടുള്ള ഗന്ധങ്ങളൊക്കെ പൂശിയിട്ടുണ്ട്. സർവ ആശ്ചര്യമയം എല്ലാത്തിലും എന്താണ്, സർവവും ആശ്ചര്യമയമാണ്. ഓരോ ഭാഗത്ത് നോക്കുന്ന സമയത്തും ആശ്ചര്യമാണ്. അയ്യോ അങ്ങനെയാണോ എന്ന് നമുക്ക് തോന്നും. ദേവം അങ്ങനെയുള്ള ദേവൻ. അനന്തം വിശ്വതോമുഖം അനന്തമാണ്, അറ്റം കാണാത്തതാണ്. വിശ്വതോമുഖം എന്ന് വെച്ചാൽ സർവത്ര ഭഗവാന്റെ മുഖങ്ങളാണ് എന്നാണ് പറയുന്നത്. ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ മുഖമുള്ള ആ രൂപം എന്നുള്ള രീതിയിലാണ് വിശ്വതോമുഖം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനന്തമായിട്ടുള്ള രൂപമാണ്. അതിനൊരിക്കലും നമുക്ക് ചെറിയ രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഗുരുവായൂരപ്പൻ്റെയൊക്കെ രൂപം ഈ പറഞ്ഞിരിക്കുന്ന സാക്ഷാൽ നാരായണൻ്റെ രൂപം ചെറിയ ഭാവത്തിൽ നമുക്ക് കാണാൻ പാകത്തിന് ഓരോന്നിലും ഓരോരോ ഉദ്ദേശം വെച്ചിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ രൂപം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ ശ്ലോകം വിശദമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. ഒന്ന് ചിന്തിച്ചോളൂ. ആദ്യം വിഗ്രഹമുണ്ട്, പിന്നെ മാലയൊക്കെ നമ്മൾ ചാർത്തി കൊടുക്കുകയാണ്. കളഭച്ചാർത്തൊക്കെ പോലെ ചാർത്തുകളൊക്കെ കൊടുക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ ദിവ്യ ഗന്ധ അനുലേപനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സങ്കല്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇത്
രൂപചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ പാകത്തിനുള്ള ഒരു വിശ്വരൂപമാണ്. അതാണ് ഈ കുറച്ച് ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് വിനോബാ ഭാവെ അത് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. അത് ആചാര്യന്മാർ കൈമാറ്റം ചെയ്തിട്ട് പറയാണ്. ഇപ്പം ചിന്മയാനന്ദ സ്വാമി, അധ്യാത്മാനന്ദ സ്വാമി അത് നമുക്ക് പറഞ്ഞു തരികയാണ്. നോക്കൂ, ഇങ്ങനെ വിനോബാ ഭാവെ പറഞ്ഞിട്ടുണ്ട്. അത് സങ്കല്പിക്കുമ്പോഴേക്കും നമുക്കത് മനസ്സിൽ വരികയാണ്. അതാണ് ഓരോ രീതിയിലും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുതരാൻ പാകത്തിനാണ് ആചാര്യന്മാർ അതൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ ഭഗവാന്റെ വിശ്വരൂപം നമ്മുടെ മുന്നിലിങ്ങനെ വെച്ചു. നമ്മൾ ഒരു ഗുരുവായൂരപ്പനെയൊക്കെ സങ്കല്പിച്ചാൽ മതി. എന്നിട്ട് നമ്മളിങ്ങനെ ചാർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരാഴ്ച നമുക്ക് ഗ്യാപ്പ് തരുന്നുണ്ട്. മനസ്സിൽ നന്നായിട്ട് ആ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാവട്ടെ. അത്രയും നേരം ആ രൂപം മറക്കാതിരിക്കട്ടെ. അടുത്ത ആഴ്ച വന്നിട്ട് നമുക്കൊരു ആരതി ഒക്കെ ഒഴിയാം. അത് ആ ശോഭ അടുത്ത ആഴ്ച നമുക്ക് കാണുന്നത് വരെ മനസ്സിൽ ഈ രൂപം നിലനിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമസ്തേ, ശുഭദിനം. താങ്ക് യു. Thank you. Namaste.